ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ നമ്മുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 1-ലെ ടോപ്പിക്സ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു റിവിഷൻ എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമ്മൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സും അതിൻ്റെ ഓപ്പറേഷൻസ് അതുപോലെ കണക്റ്റീവ്സ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ പ്രപ്പോസിഷൻ. ഒരു പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അപ്പം പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന, അതിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി എല്ലാ സെന്റൻസും പ്രപ്പോസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു സെന്റൻസിനെ പ്രപ്പോസിഷൻ എന്ന് പറയണമെങ്കിൽ ആ സെന്റൻസ് കേൾക്കുമ്പോൾ, ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ ഇത് ട്രൂ എന്നോ ഫാൾസ് എന്നോ നമുക്ക് പറയുവാൻ സാധിക്കണം. എന്നാൽ രണ്ടും കൂടെ ഒരേ സമയത്ത് ആകാനും പാടില്ല. ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആകാം എന്നതും മാറ്റത്തില്ല. ഇപ്പൊ പ്രപ്പോസിഷന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രണ്ടും ഒരേ കാര്യം, സ്റ്റേറ്റ്മെന്റ് ഓർ പ്രപ്പോസിഷൻ. ഇപ്പൊ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ സ്റ്റേറ്റ്മെന്റ് ഓർ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഒരു പ്രസ്താവന. ഡിക്ലറേറ്റീവ് സെന്റൻസ് മീൻസ് ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ പ്രസ്താവന. എ ഡിക്ലറേറ്റീവ് സെന്റൻസ് വിച്ച് ഈസ് ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത് ഈസ് കാൾഡ് എ പ്രപ്പോസിഷൻ. ഇതാണ് അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ച് ഇതുപോലുള്ള കുറെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അത് പ്രപ്പോസിഷൻ ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണോ ഇല്ലയോ എന്ന് നോക്കാം. ഫസ്റ്റ് സെന്റൻസ്, ന്യൂഡൽഹി ഈസ് ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ. ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ്. അപ്പം ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രൂ എന്നോ ഫാൾസ് എന്നോ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പം ഒരുപാട് ചരിത്രം അറിയാവുന്നവർക്കെല്ലാം അറിയാം ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ. സോ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇത് എന്തുകൊണ്ട് ഇതൊരു പ്രപ്പോസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. അടുത്ത സെന്റൻസ് നോക്കിയേ, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദി റോസ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റോസ്. ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എന്ത് മനോഹരമാണ് ഈ റോസാപുഷ്പം നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പം അങ്ങനെ ഇതിന് നമുക്ക് ട്രൂ എന്നോ ഫാൾസ് എന്നോ ഒന്നും അതിന്റെ മറുപടി ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഇതൊരു ഫാൾസ്, ഇതൊരു നോൺ പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ അല്ല, ഇതൊരു നോൺ പ്രപ്പോസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. നോൺ പ്രപ്പോസിഷൻ ആണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. കാരണം അതിന് നമുക്ക് ട്രൂ എന്നോ ഫാൾസ് എന്നോ പറയാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ എക്സ്പ്ലനേഷൻ മാർക്കിൽ അവസാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം നമ്മൾ നോൺ പ്രപ്പോസിഷൻ. ഹൗ ബ്യൂട്ടിഫുൾ യു ആർ, വാട്ട് എ റെയിനി ഡേ, ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്ക്ലമേഷൻ, നമ്മൾ ഇങ്ങനെ അത്ഭുതം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പറയുന്നതെല്ലാം തന്നെ നോൺ പ്രപ്പോസിഷൻ. അടുത്ത നോക്കി മൂന്നാമത്തത്, 3+4=7. ഇതെന്താ, ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ്. കാരണം 4 3 കൂടെ ചേർത്താൽ 7 കിട്ടും. ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ ഇറ്റ് ഈസ് എ പ്രപ്പോസിഷൻ ഓർ എ സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് പറയുകയാണ് 4+4=5 എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ തരുന്നു. ഇത് നമുക്ക് പ്രപ്പോസിഷൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും പ്രപ്പോസിഷനാണ്. കാരണം 4+4 എന്ന് പറയുന്നത് എപ്പോഴും 8 ആണ്. പക്ഷെ ഇവിടെ 5 ആയതുകൊണ്ട് ഇത് ഫാൾസ് ആണ്. അപ്പൊ നമുക്കൊരു ഫാൾസ് ആണെന്ന് പറയാൻ പറ്റും. ട്രൂ എന്നോ ഫാൾസ് എന്നോ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന എല്ലാം നമ്മൾ എന്തോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നത്, പ്രപ്പോസിഷൻ ആയിട്ട് ആണ് എടുക്കുന്നത്. അപ്പൊ ദിസ് ഈസ് എ പ്രപ്പോസിഷൻ ഓർ എ സ്റ്റേറ്റ്മെന്റ്. അടുത്ത സെന്റൻസ് നോക്കി, വാട്ട് ടൈം ഈസ് ഇറ്റ്. വാട്ട് ടൈം ഈസ് ഇറ്റ്. ഇപ്പൊ എന്താ സമയം? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫാൾസ് എന്നോ ട്രൂ എന്നോ ഒന്നും പറയാൻ പറ്റില്ല. മനസ്സ് മറുപടി ആയി, ഇപ്പൊ 12:30 അല്ലെങ്കിൽ 1 മണിയായി എന്ന് പറയാനുള്ള ട്രൂ ഓ ഫാൾസ് എന്ന് പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് എ നോൺ പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ അല്ല. അടുത്ത നോക്കിയേ, x+y=z. ഇത് ട്രൂ എന്നോ ഫാൾസ് എന്നോ പറയാൻ പറ്റത്തില്ല. അപ്പം എക്സിന്റെ വാല്യൂ 3യും വൈയുടെ വാല്യൂ 4ഉം ആണെങ്കിൽ ഇസഡിന്റെ വാല്യൂ എത്ര ആയിരിക്കണം? ഇസഡ് ഷുഡ് ബി ഈക്വൽ ടു 3+4 7 ആയിരിക്കും. അപ്പൊ ഇത് ട്രൂ ആണ്. അതിന് പകരം എക്സിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 4, ഇസഡിന്റെ വാല്യൂ നമ്മൾ 6 എന്ന് എഴുതുന്നെങ്കിൽ ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പ്രശ്നം, ഇതിനകത്ത് വേരിയബിൾസ് എക്സ്, വൈ, ഇസഡ് എന്നീ വേരിയബിൾസ് ഉണ്ടായതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഒരു നോൺ പ്രപ്പോഷൻ ആണ്. വേരിയബിൾസ് നോൺ പ്രപ്പോഷൻ. ടേക്ക് എ കപ്പ് ഓഫ് ടീ. നേരത്തെ പറഞ്ഞു ട്രൂ ഫാൾസ് എന്ന് പറയാത്തതുകൊണ്ട് ഇതും ഒരു നോൺ പ്രപ്പോസിഷൻ ആണ്.
അപ്പോൾ ടേക്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു ട്രൂ എന്നോ ഫാൾസ് എന്നോ പറയാൻ പറ്റുന്ന ഒരു നോൺ പ്രപ്പോസിഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രപ്പോസിഷൻ സ്റ്റേറ്റ്മെന്റും നോൺ പ്രപ്പോസിഷണൽ സ്റ്റേറ്റ്മെന്റും നമ്മൾ ഈ മൂന്നെണ്ണത്തിൽ ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം ഞാൻ മാർക്ക് ചെയ്തെല്ലാം മാറ്റുകയാണ്. എല്ലാം അങ്ങ് മാറ്റി കളഞ്ഞു. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അതൊരു പ്രപ്പോസിഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൽ തീരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് ട്രൂ എന്നോ ഫാൾസ് എന്നോ പറയാൻ പറ്റാത്ത നോൺ പ്രപ്പോസിഷൻ ആണ്. അതുപോലെ തന്നെ നൂഡൽ ഹീസ് ദ ക്യാപിറ്റൽ, അത് കഴിഞ്ഞിട്ട് ഇത് പ്രപ്പോസിഷൻ ആണ്. കറക്റ്റ്, അത് ഒരു പ്രപ്പോസിഷൻ ആണ്. ഇതൊരു പ്രപ്പോസിഷൻ ആണ്. ഇതൊരു നോൺ പ്രപ്പോസിഷൻ ആണ്. ഇത് നോൺ പ്രപ്പോസിഷൻ ആണ്. ഇത് നോൺ പ്രപ്പോസിഷൻ ആണ്. അപ്പൊ നമുക്ക് ചില സെന്റൻസുകൾ നമ്മൾ അധികം വലിയ ഒരു ആലോചനയൊന്നും ഇല്ലാതെ തന്നെ നോൺ പ്രപ്പോസിഷൻ ആണെന്ന് പറയാം. ഒന്ന് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ. രണ്ട്, എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ. പിന്നെ ഈ പറയുന്ന x+y അല്ലെങ്കിൽ x+3 ഇങ്ങനെ വേരിയബിൾസ് എക്സോ വൈയോ ഇസഡോ ഒക്കെ വരുന്ന x+2 ഇങ്ങനെയൊക്കെ വേരിയബിൾസ് വരുന്ന എക്സ് എന്ന് വേരിയബിൾ. അപ്പൊ അതിന്റെ വാല്യൂ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇത് ട്രൂവോ ഫാൾസോ ആകാം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഓൾറെഡി നോൺ പ്രപ്പോസിഷൻ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് ഒരു ഇതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസിഷൻ എടുക്കുമ്പോൾ അത് ഫാൾസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. തിരുവനന്തപുരമാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ. ഷുവർലി ഇറ്റ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ അല്ല തിരുവനന്തപുരം. അപ്പം നമ്മൾ പറയും ആ സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആണെന്ന് പറയും. ട്രൂത്ത് വാല്യൂ ഫാൾസ് ആണെന്ന് പറയും. അതേസമയം ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പറയും. അപ്പൊ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫാൾസും ആകാം, ട്രൂവും ആകാം. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ട്രൂത്ത് വാല്യൂ ട്രൂവും, സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെങ്കിൽ ട്രൂത്ത് വാല്യൂ ഫാൾസും ആയിരിക്കും. ഇനി നമുക്ക് ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഞാൻ കുറച്ച് 2-3 സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കാം. അതിന്റെ നിങ്ങൾ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് എന്റെ റീസൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാല് എർത്ത് റിവോൾവ്സ് റൗണ്ട് ദി സൺ. കാണാൻ പറ്റുന്നുണ്ടോ? എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ. ഇതൊരു പ്രപ്പോസിഷൻ ആണ്, കാരണം ഇത് ട്രൂ ആണ്. എർത്ത് സൂര്യന് ചുറ്റും കറങ്ങുന്നു. അപ്പം ദിസ് ഈസ് എ പ്രപ്പോസിഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ട്രൂ. അടുത്ത, പാരീസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ ക്യാപിറ്റൽ പാരീസ് ആണ്. നിങ്ങൾക്ക് പാരീസ് ആണോ ഫ്രാൻസിന്റെ ക്യാപിറ്റൽ അല്ല അതല്ലയോ എന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. എന്തോ കാര്യം ഇത് ഒന്നുകിൽ ട്രൂ ആണ് അല്ലെങ്കിൽ ഫാൾസ് ആണ്, ഇല്ലയോ? രണ്ടുകൂടെ എന്തോ സംഭവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രപ്പോസിഷൻ ആണ്. ദിസ് ഈ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ എ പ്രപ്പോസിഷൻ. യെസ്, ഇറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ്, ബട്ട് ഇൻ ദിസ് കേസ് ദിസ് ഈസ് ട്രൂ. അടുത്ത, ചരിത്രം അറിയാവുന്നവർക്കറിയാം പാരീസ് ആണ് ഫ്രാൻസിന്റെ ക്യാപിറ്റൽ. അപ്പൊ ട്രൂ ആണ്. 7 + 5 = 12. 7ഉം 5ഉം കൂടെ കൂട്ടിയാൽ 12 കിട്ടും. 7ഉം 5ഉം 12. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ പ്രപ്പോസിഷൻ. ഇനി നമ്മൾ കുറെ നോൺ പ്രപ്പോസിഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കി. ക്ലോസ് ദ ഡോർ പ്ലീസ്. ഈ റിക്വസ്റ്റ് ചെയ്യുന്ന ഒന്നും പ്രപ്പോസിഷൻ അല്ല. ക്ലോസ് ദ ഡോർ പ്ലീസ്. നിങ്ങൾ ഡോർ ഒന്ന് അടയ്ക്കാമോ? അപ്പൊ ട്രൂ എന്നോ ഫാൾസ് എന്നോ പറയാൻ പറ്റത്തില്ല. ദിസ് ഈസ് എ കമാൻഡ്. കമാൻഡ് ഈസ് നോട്ട് എ പ്രപ്പോസിഷൻ. അതൊരു ആജ്ഞയാണ്. ഒരാളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അത് പ്രപ്പോസിഷൻ അല്ല. ഹൗ ഓൾഡ് ആർ യു? ക്വസ്റ്റ്യൻ മാർക്കാ. ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതൊന്നും പ്രപ്പോസിഷൻ അല്ല. വൗ, ദാറ്റ് ഈസ് അമേസിങ്. ഇപ്പൊ ഇതൊരു എക്സ്ക്ലമേഷൻ ആണ്. അതും എന്തോ അല്ല, പ്രപ്പോസിഷൻ അല്ല. അത് ട്രൂ എന്നോ ഫാൾസ് എന്നോ പറയാനായിട്ട് പറ്റത്തില്ല. സോ നമുക്കപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് പ്രപ്പോസിഷൻ ആണോ നോൺ പ്രപ്പോസിഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വല്ലതും നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ ഇത് കിട്ടും.